അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിധിയെ നമുക്ക് തന്നെ മാറ്റിയെഴുതാൻ കഴിയും, നമുക്ക് നിർണ്ണയിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് നാം ആയി മാറുന്നത്. വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. അത് ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സ്ഥിരമായിട്ടൊരു ബാധയ ദോഷമുണ്ട്, ആ ബാധാദോഷം നിലനിർത്തിക്കൊണ്ട് അവിടെ ഹീലിംഗ് എനർജി ഇങ്ങനെ കുറെ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ലോട്ടറി അടിക്കാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത് മണ്ടത്തരമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? 1 കോടി അടിക്കണം എന്നാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ലോട്ടറി എടുക്കുന്നു. അവരുടെ എല്ലാം മറികടന്നിട്ട് നമ്മളുടെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കാരണം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെ പൂർവജന്മ കർമാർജിത ദോഷങ്ങൾ എന്നൊക്കെ പറയും. എല്ലാം ഒറ്റയടിക്ക് നമ്മുടെ വിധി ആ രീതിയിലേക്കായിരിക്കും പറയുന്നത്. പക്ഷെ മനസ്സിന്റെ വിഷമങ്ങൾ എത്ര വിധിയിൽ നമുക്ക് ഒതുക്കി വെക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അങ്ങേപ്പുള്ള ഒരുപാട് ഹീലർമാർ നമ്മുടെ നാട്ടുകളുണ്ട്. ഇവരെല്ലാം വിധിയെ മാറ്റാമെന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കും നമുക്ക് നമ്മുടെ വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ കഴിയുമോ? വിധി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവർ ശരിക്കും പറഞ്ഞ ഒരു എസ്കേപ്പിസമാണോ? ഇപ്പോൾ ബൈബിൾ, ഇപ്പോൾ റിലീജിയസ് ആയിട്ട് ചിന്തിക്കുക. അതിന് പറയുന്നത് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മളാരാ? അത് മാത്രമല്ല അവിടെ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്, നിന്റെ ശരീരം ദേവാലയമാകുന്നു, അതിനെ വിശുദ്ധമായി കാത്തുകൊള്ളുക. ഇത് തന്നെയല്ലേ ഉപനിഷത്തും പറയുന്നത്? അത് നീ തന്നെയാകുന്നു. ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. തത്വമസി, ഇതെല്ലാം പറയുന്നത് എന്താണ്? അത് നീ തന്നെയാണ്. അപ്പോൾ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മിൽ തന്നെ കുടികൊള്ളുന്ന ഒരു ശക്തിയാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ദൈവത്തിന് പഴിയാറേണ്ട ആവശ്യമുണ്ടോ നമ്മിൽ തന്നെ ഈ ശക്തി ഉള്ളപ്പോൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിധിയെ നമുക്ക് തന്നെ നമുക്ക് നിർണ്ണയിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ അത്? യു ക്യാൻ കൺട്രോൾ യുവർ ഓൺ ഡെസ്റ്റിനി. നമ്മളുടെ വിധി നമ്മളാണ് നിർണ്ണയിക്കുന്നത്, വേറെ ആളല്ല. ഇപ്പൊ രാഹുലിന്റെ വിധി നിർണ്ണയിക്കുന്നത് വേറെ ആളല്ല. നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ പലപ്പോഴും പറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാവം മനസ്സ്, അവൻ ഇച്ചിരി ടെൻഡേറ്റീവാണ്. ഏതു നേരവും അവനിങ്ങനെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത തലത്തിലേക്ക് പോകുന്ന ഒരാളാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഇതിനെ കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പക്ഷെ അതിന് പല മെത്തേഡ്സും ഉണ്ട്. ഇപ്പോൾ യോഗയിലെയും ഒക്കെ ടെക്നിക്സ് ഉണ്ട്. പ്രാണായാമം, യോഗ ടെക്നിക്സ്, അതുപോലെയുള്ള ബ്രീതിങ് ടെക്നിക്സുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാം. ഇപ്പോൾ ആധുനിക സയൻസിൽ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. നമ്മളുടെ ബ്രെയിനാണ് നമ്മുടെ ചിന്തകൾക്ക് കാരണമാവുന്നത്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ ജീവനോട് കൂടിയിരിക്കുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് നാം ആയി മാറുന്നത്. വാട്ട് യു തിങ്ക് ദാറ്റ് യു ബിക്കം. അത് ബുദ്ധനും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നമ്മളായി മാറുന്നത്. യു ബിക്കം വാട്ട് യു ആർ, നോട്ട് വാട്ട് യു തിങ്ക്. അപ്പോൾ നമ്മൾ ഇതൊരു കൺഫ്യൂഷനായി തോന്നും. നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മൾ എന്താണോ അതാണ് നമ്മളായി മാറുന്നത്. ഇപ്പം ഞാനൊരു ഹീലറാണ് എന്ന സങ്കല്പത്തിൽ ഞാൻ ഇത്രയും പഠനങ്ങൾ നടത്തി ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി പഠിക്കുകയും ജീവിതാനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഒരു ഹീലർ എന്നുള്ള പേരെങ്കിലും വെക്കാൻ ഞാൻ യോഗ്യനായെന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ വലിയ ഗുരുവൊന്നുമല്ല. പക്ഷേ അതിന് പോലും നമ്മൾ സാധിച്ചെങ്കിൽ അതിന് പിന്നിലൊരു എഫേർട്ടുണ്ട്. പലപ്പോഴും ആളുകൾക്ക് എന്താണെന്നറിയോ, ഈ ഫാസ്റ്റ് എല്ലാം ഈ ഫാസ്റ്റ് യുഗമാണല്ലോ. ഫാസ്റ്റ് ഫുഡ് അല്ലേ, ഫാസ്റ്റ് ട്രാക്ക് കരിയർ, ഫാസ്റ്റ് ട്രാക്ക് എഡ്യൂക്കേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്താ വേണ്ടത്? എല്ലാം ഫാസ്റ്റായിട്ട് വേണം, കുറുക്ക് വഴിയിലൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ടുള്ള എൻറ്റിറ്റി വഴി അത് സാധിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. അതിൻ്റെ ആവശ്യമില്ല. അതിൽ നല്ലൊരു ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ എൻറ്റിറ്റിയേക്കാളും പവർഫുൾ ആയിട്ടുള്ളൊരു വില്ല് ഉള്ളതുകൊണ്ടല്ലോ ഒരാൾക്ക് ഹീലറായിട്ട് ആ എൻറ്റിറ്റിയെ ഓടിച്ചു വിടാൻ പറ്റുന്നത്. അപ്പോൾ അതിനും വലിയൊരു ശക്തി നമ്മിലുണ്ടല്ലോ, അത് ദൈവിക ശക്തി തന്നെയാണല്ലോ. അപ്പോൾ ആ ദൈവിക ശക്തി നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പവർ നമ്മൾ അറിയുന്നില്ല. ഒരു ആനയെ ഒരു ചെറിയ കയറിൽ കെട്ടിയിട്ടാലും അത് അനങ്ങാതെ അവിടെ നിന്നോളും. അതിൻ്റെ വിചാരം എന്താ? അതിനെ പഠിപ്പിച്ചേക്കുന്നത് എന്താ? അതിങ്ങനെ ഒരു കാലയിൽ ഒരു ചരടോ എന്തെങ്കിലും ഉണ്ട്, അതൊരു തെങ്ങയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അനങ്ങില്ല എന്നുള്ള അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലത് പലർക്കും സംഭവിക്കുന്നതാണ് ജീവിതത്തിൽ. ഈ ആനയുടെ അനുഭവം റിയലായിട്ടുള്ള ശക്തി അതിന് മതം പൊട്ടുമ്പോഴാണ് അറിയുന്നത്. ഒരു മനുഷ്യൻ, ഞാൻ പറയുന്നത് മതം പൊട്ടുന്ന അനുഭവമല്ല മനുഷ്യനുണ്ടാകുന്നത്, അവനെക്കുറിച്ചുള്ള റിയാലിറ്റി മനസ്സിലാക്കുമ്പോഴാണ്. മനുഷ്യൻ ആരാണെന്ന് മനുഷ്യനെ പലപ്പോഴും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ജന്മങ്ങൾക്ക് നമ്മൾ പല ജന്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പട്ടിയും പൂച്ചയായിട്ടല്ലോ നമ്മൾ ജനിച്ചത്. നമ്മൾക്കൊരു മനുഷ്യ ജന്മം ലഭിച്ചത്, അതൊരു പുണ്യജന്മമാണ്. അപ്പോൾ ഈ ജന്മത്തിൽ കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്ത് അതിനെ മാറ്റിയും എടുക്കാം. അപ്പോൾ ആ പ്രശ്നം അങ്ങ് തീർന്നേ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വിധിയെ നിർണ്ണയിക്കാനായിട്ട് നമ്മൾക്ക് തന്നെ ഇതിൻ്റെ ടെക്നിക്സ് പഠിക്കാൻ പറ്റും. ഞാനത് മറ്റുള്ളവരെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പഠിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ
വികാരങ്ങൾ, വിചാരങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ കെട്ടിയിട്ടേക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി. ഇതിനെ നമ്മൾ മാറ്റിക്കളയുക. ഇതിനെ മാറ്റിക്കളഞ്ഞിട്ടതിന് ശേഷം മാത്രമേ ഇതിനെ കൊടുക്കാവൂ. ഞാൻ ഹീൽ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. നെഗറ്റീവായിട്ടുള്ള ഇത് പോകാനായിട്ട് ഒരു മാസക്കാലം കൊടുക്കും. അത് വെള്ളം ചിലപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കും, അത് കുടിക്കാൻ പറയും ഒരു കാലയളവിൽ. ഒരു മരുന്ന് പോലെ തന്നെ അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം വരുമ്പോൾ ഹീൽ ചെയ്യും. കാരണം ഇതിപ്പോൾ നമ്മുടെ മനസ്സാണ്, ഇതിലും നെഗറ്റിവിറ്റി ഉണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ഇനി ആരെങ്കിലും അഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും. ആ എനർജിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ മാത്രമാണ് അതിനവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. പിടി കിട്ടിയോ? അപ്പം ഹീലർമാർ ആവശ്യം വരുന്നത്. അവിടെയാണ് മെയിനായിട്ടൊരു ഹീലർ അത് ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ. ഒരു വ്യക്തിയിൽ അത് ചെയ്താൽ മാത്രമാണ് ഹീലിംഗ് വിജയിക്കുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് സ്ഥിരമായിട്ടൊരു ബാധയ ദോഷമുണ്ട്. ആ ബാധാദോഷം നിലനിർത്തിക്കൊണ്ട് അവിടെ ഹീലിംഗ് എനർജി ഇങ്ങനെ കുറേ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അതിനെ ഒഴിവാക്കിയിട്ട് അവർക്ക് സംരക്ഷണം ഇട്ട് ഒരു കവചം ഇട്ടിട്ട് പുതിയ എനർജി അവിടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ പുതിയ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. സോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പോലെയാണ്. സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ടീം ഡെവലപ്പ് ചെയ്തതാണ് ഒരു പ്രോഗ്രാം. ഒരു ഗെയിം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു വിൻഡോസ് XP എന്നൊക്കെ പറയുന്ന പോലെ, വിൻഡോസ് 11 എന്നൊക്കെ പറയുന്ന പോലെയുള്ള സോഫ്റ്റ്വെയർസ്. നമ്മുടെ ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാംഡാണ്. കാലങ്ങൾ ഇതുവരെ കണ്ടത്, കേട്ടത്, അനുഭവിച്ചത്, ഇതിൻ്റെ ആകെ തുകയാണ് ഇന്നിരിക്കുന്ന രാഹുലും വിനോജോണും എല്ലാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ നമ്മൾ സംശയങ്ങളുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഫാക്ടറാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, നെഗറ്റിവിറ്റി, ഇത് മൊത്തം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടേ അവിടെ നമ്മൾ നല്ല ഇത്. ഇപ്പോൾ നമ്മൾ ഒരു ചെളിയിൽ വീണ് നമ്മുടെ കാല് പൊട്ടി, അവിടെ ഒരു പരിക്കുണ്ടായി. ആ പരിക്കിനെ നമ്മൾ ചെളി വെച്ചിട്ടാണോ ചെയ്യുന്നത്? ഒട്ടിച്ചു വിടുന്നത്, പ്ലാസ്റ്റർ ഒട്ടിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിനെ വളരെ നന്നായിട്ട് വൃത്തിയാക്കി, അല്ലേ? ചിലപ്പോൾ നല്ല ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ഒഴിച്ച് അതിനെ പത പോലെ തെളിഞ്ഞു വന്ന് അത് പൂവും മൊത്തം. എന്നിട്ട് അത് തുടച്ച് വൃത്തിയാക്കി ഡെറ്റോളൊക്കെ വെച്ച്, അല്ലേ, സ്പിരിറ്റൊക്കെ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷമാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെച്ച് മരുന്ന് വെച്ച് അതിനെ ഹീൽ ചെയ്യുന്നത്. ഇത് ചെയ്തില്ല, നേരെ അഴുക്കോട് കൂടി വെച്ച് കഴിഞ്ഞാൽ അത് സെപ്റ്റിക് ആവാൻ അധികം നേരം വേണ്ട എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ മനസ്സൊരു സോഫ്റ്റ്വെയർ പോലെയാണ്. ഞാൻ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 21 ദിവസം. ഒരു മനുഷ്യൻ്റെ മനസ്സ് കൂടുതലും മാറാനായിട്ട് ഒരു 21 ദിവസമെങ്കിലും വേണമെന്നാണ് ന്യൂറോ സയൻസ് പറയുന്നത്. അപ്പോൾ ന്യൂറോ സയൻസ് പ്രകാരം നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി ആ തലത്തിലായിരിക്കണം, എങ്കിൽ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫ്രീക്വൻസി ഈ യൂണിവേഴ്സിൻ്റെ തലത്തിലാവണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫ്രീക്വൻസിയെ മാത്രം എടുത്ത് മാറ്റണം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വിചാരങ്ങളും ഒക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സ് ഒരു നല്ല ഒരു വിളനിലം പോലെയാണ്. അതിലേക്ക് എന്ത് ചെയ്യണം? വിത്തിടണം. ആദ്യം ഉണ്ടായിരുന്നത് എന്താ? കളകളാണ്. രണ്ടാമത്തെ പ്രോസസ്സ്, രണ്ടാമത്തെ 21 ദിവസം, നെക്സ്റ്റ് 21 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ എനർജി ഇതിനകത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എനർജി ഇൻഡ്യൂസിങ് മെത്തേഡാണ്. ഇതിനെല്ലാത്തിനും ഓരോ ഘട്ടത്തിനും നമ്മുടെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്ന ഫ്രീക്വൻസീസും ഉണ്ട്. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് എനർജിയും ഫ്രീക്വൻസിയും വൈബ്രേഷനുമാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ഈ എനർജി, പുതിയ പോസിറ്റീവ് എനർജി, പ്രോസ്പെറിറ്റി കോൺഷ്യസ്നസ്, നമ്മളുള്ളത് എന്താ? പോവർട്ടി കോൺഷ്യസ്നസ് ആണ്. നമ്മളുടെ മുതുമുത്തച്ഛൻ തുടങ്ങി അച്ഛൻ തുടങ്ങി പറഞ്ഞു കേട്ടത് നമ്മിലേക്ക് വരും. മരം പിടിച്ച് കൂലിക്കാലേ കാശല്ല വീഴുന്ന മോനെ, അങ്ങനെ അങ്ങ് പൈസ അങ്ങ് ഉണ്ടാവില്ല, ശരിക്കും ബുദ്ധിമുട്ടണം, അധ്വാനിക്കണം, എങ്കിൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ. ബുദ്ധിമുട്ടും അധ്വാനവും ഇല്ലാതെ തന്നെ പൈസ സമ്പാദിക്കുന്ന ആൾക്കാരില്ലേ? അഭിനയം കൊണ്ട് മാത്രം. പക്ഷെ അവർ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഹീലർ എന്നുള്ള ലെവലിൽ ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് നെഗറ്റീവ് എൻറ്റിറ്റിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. പക്ഷേ അതിന് കിട്ടുന്ന റിട്ടേൺ കൊണ്ട് നമുക്ക് ഗുണമുണ്ടല്ലോ, ക്യാഷായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ 21 ദിവസം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റിവിറ്റി, പ്രോസ്പെരിറ്റി കോൺഷ്യസ്നസ് ഉണ്ടാക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുത്തിവയ്പ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കും, ലോ ഓഫ് അട്രാക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നു, അതിനുള്ള ബ്രെയിൻ ഫ്രീക്വൻസി പ്ലസ് അതിനുള്ള ദിനചര്യകൾ. നാലാമത്തെ ഘട്ടത്തിൽ ഹൗ ടു റിസീവ്, ഇതെല്ലാം ചെയ്തു നമ്മൾ റിസീവ് ചെയ്യാൻ തയ്യാറാവുന്ന രീതിയിൽ നമ്മുടെ ഫ്രീക്വൻസി ബ്രെയിനിനെ മാറ്റണം. ഇങ്ങനെ 4 ലെവല് പൂർത്തീകരിക്കുമ്പോഴാണ് ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ കൃത്യമായിട്ട് ഒരാളിലേക്ക് വരുള്ളൂ. മാത്രമല്ല നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. 3 ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. ഒന്ന്, ഫോർഗീവ്നെസ്. നമ്മൾ ഒരുപാട് വിരോധവും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ട് നടന്ന മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തില്ല, അതൊന്ന്. പിന്നെ അൺകണ്ടീഷണൽ ലവ്, നമ്മളെല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക്, ആരും ഉപദ്രവിക്കാത്തൊരു തലത്തിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ എന്തായി? അൺകണ്ടീഷണൽ ലവ് ആയി, ഫോർഗീവ്നെസ് ആയി. പിന്നെ വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയുള്ളവരായിരിക്കണം.
ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾക്കും നമ്മൾ നന്ദി കൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ അത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ സ്തുതിക്കുക എന്ന് പറയും. ദൈവത്തിന് സ്തുതി പാടുക. അതായത് നമ്മൾക്ക് കിട്ടുന്നതിനെല്ലാം നന്മ നമുക്ക് വന്നതിന് നമ്മൾ സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി 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 ദൈവമേ, നന്ദി ദൈവമേ. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ യൂണിവേഴ്സിനടുത്താണ് നമ്മൾ ഫ്രീക്വൻസി. അപ്പോൾ ഈ ലോകത്തെല്ലാം നടക്കുന്നത് എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നിവയിലൂടെ മാത്രമാണ്. മനസ്സിലായോ? അത് ലോട്ടറി അടിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് പറയണതിൽ എനിക്ക് യോജിപ്പില്ല. ലോട്ടറി അടിക്കണമെങ്കിൽ ഇപ്പോൾ രാഹുലും ഞാനും ലോട്ടറി എടുത്തു, ഈ ക്യാമറമാനും ലോട്ടറി എടുത്തു. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? 1 കോടി അടിക്കണം എന്നാണ്. അപ്പോൾ അത് ഒരു ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ലോട്ടറി എടുക്കുന്നു. അവരുടെ എല്ലാം മറികടന്നിട്ട് നമ്മളുടെ ഇച്ഛ നടക്കണം അവിടെ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫിഷ്നെസ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ലോട്ടറി അടിക്കാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത് മണ്ടത്തരമാണ്. ഇപ്പോൾ പറയുന്ന ആൾക്കാർ പറയും ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ കോഴ്സ് നടത്തി, അപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ചു. അതിപ്പോൾ ആർക്കും അടിക്കാത്ത, ഒരു 100 രൂപയെങ്കിലും അടിക്കാത്തവരുണ്ടോ? ഒരു 100 തവണ എടുക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഒരു 100 രൂപ അടിക്കും. അപ്പോൾ എൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടാണ് അയാൾക്ക് ലോട്ടറി അടിച്ചതെന്ന് ഞാൻ പറയത്തില്ല. അത് അവൻ്റെ തലതെറിച്ച ഭാഗ്യം കൊണ്ട് കിട്ടിയാന്ന് പറയും. അത്രേ ഉള്ളൂ. കാരണം ഇത് 2 രീതിയിൽ നടക്കും. യൂണിവേഴ്സ് ചില സമയത്ത് കൊടുക്കുമ്പോൾ കൈ നിറച്ച് കൊടുക്കും. ചിലപ്പോൾ അയാൾ വെറുതെ ഒരു ഓട്ടോറിക്ഷക്കാരനായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ഈ ഫ്രീക്വൻസിയിലല്ലാത്തവൻ്റെ കയ്യിൽ 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര നാൾ നിലനിൽക്കും? കോടികൾ കയ്യിൽ വന്നവർ എത്ര പേര് ഇപ്പോൾ ഉഴന്ന് നടക്കുന്നുണ്ടെന്ന് നോക്കുക. ഒന്നുമില്ലാതെ. കാരണം എന്താ പറയുക, ഇവന് ഹീ ഡസൻ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. 1 കോടി വന്നു, എൻ്റെ ദൈവം എന്ത് ചെയ്യും? ഇവന് നിക്കക്കള്ളിയില്ല. അപ്പോഴേക്കും ഫിനാൻസ് കമ്പനികൾ വരും, ഇൻഷുറൻസ് കമ്പനികൾ വരും, പുതിയ വാഹന വിൽക്കുന്നവർ വരും. അവർ പറയും സാറേ BMW എടുക്കുക, 1 കോടി കിട്ടിയാലേ, ഒരു 40 ലക്ഷം ഇടങ്ങ് എന്ന് പറയും. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു അവിയൽ പരുവത്തിലാവുമ്പോൾ ഇവന് നിക്കക്കള്ളി ഇല്ലാതെ, കാണാത്തവൻ കാണുമ്പോൾ ആറാട്ടെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ഇതങ്ങ് ചെയ്ത് ഈ പൈസ മുഴുവൻ കളയുകയാണ്. കാരണം അവൻ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയിൽ അലൈൻഡ് ആയിട്ടിരിക്കുമ്പോഴല്ല ഈ പണം കയ്യിൽ വരുന്നെങ്കിൽ അവൻ്റെ നിന്ന് മൊത്തം പോവുകയാണ്. കോടികൾ കിട്ടിയ ലോട്ടറി അടിച്ച് എത്ര പേര് അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? അത് നിലനിർത്തുന്നവർ നോക്കൂ, ഭൂരിപക്ഷം ആൾക്കാർ നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഈ കോടികൾ കിട്ടാനും അല്ലെങ്കിൽ കോടികൾ ആഗ്രഹിക്കാം, അത് ലോട്ടറിയിലൂടെ ആവരുത്. നമ്മൾ അധ്വാനിച്ച് നമുക്കുണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടെത്തില്ല നമ്മളിലുള്ള കഴിവുണ്ടാവും. ചിലപ്പോൾ ഒരാൾ നല്ല പാട്ടുകാരനായിരിക്കും, അയാൾ ഇതിനൊന്നും നടക്കാതെ അഭിനേതാവാനായിട്ട് ഇങ്ങനെ ഓടി നടക്കും. എന്നിട്ട് പലരുടെയും തെറി കേട്ട്, സംവിധായകൻ്റെയും അസിസ്റ്റൻറ്റിൻ്റെയും ഒക്കെ തെറി കേട്ട് ഇങ്ങനെ നടക്കും. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല.